Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewelers, Payyannur and Trikkaripur. Kallarakal's Gold Park, Payyannur. White House, National Highway, Chiruvuttur, Anchulikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട മേരി മാത ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ് ജനതാ പാൽ, ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. ബാഗ് ബസാർ എബോ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ഇസ ടിമ്പേഴ്സ്, വെള്ളാപ്പ്, തൃക്കരിപ്പൂർ. ടീ ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. കാസർഗോഡ് മണ്ഡലത്തിൽ CPM കള്ളവോട്ട് ചെയ്യുമെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. എത്ര കള്ളവോട്ട് ചെയ്താലും താൻ വിജയിക്കുമെന്നും സ്ഥാനാർത്ഥി. പ്രശ്നബാധിത ബൂത്തുകളിൽ കർശന നിയന്ത്രണവുമായി കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കാസർഗോഡ് ജില്ലയിലെ 43 പ്രശ്നബാധിത ബൂത്തുകളിലെ പ്രവർത്തനങ്ങൾ വരണാധികാരിയായ ജില്ലാ കളക്ടർ വെബ്കാസ്റ്റിംഗ് വഴി നിരീക്ഷിക്കും. ലോകം മുഴുവനുള്ള ക്രിസ്തുമത വിശ്വാസികൾ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി പെസഹ വ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വേനൽ ശക്തമായതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. മാട്ടൂലിൽ കിണറുകൾ വറ്റിവരണ്ടു. ചെറുവത്തൂർ പഞ്ചായത്തിലെ മയ്യിച്ചയിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി അധികൃതരുടെ കനിവ് തേടുന്നു. പരമ്പരാഗത രുചിയിൽ പയ്യന്നൂർ പെരുമാൾക്ക് പിറന്നാൾ സദ്യ. പയ്യന്നൂർ പെരുമാളുടെ പിറന്നാൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിനത്തിലാണ് ചരിത്രപ്രസിദ്ധമായ കളഭ സദ്യ നടക്കുന്നത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പര്യടനം ആവേശകരമായ അന്ത്യത്തിലേക്ക്. കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പങ്ക്തി. സിറ്റി ബാഗ്, ദി ഗ്രേറ്റ് ഇന്ത്യൻ വാർ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ്, നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. കാസർഗോഡ് മണ്ഡലത്തിൽ CPM കള്ളവോട്ട് ചെയ്യുമെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. എത്ര കള്ളവോട്ട് ചെയ്താലും താൻ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ണിത്താൻ പര്യടനം നടത്തി. CPM കേന്ദ്രങ്ങളിൽ പോളിംഗ് ഉദ്യോഗസ്ഥരായി വനിതകളെയാണ് കൂടുതലും നിയമിച്ചിരിക്കുന്നത്. സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി കള്ളവോട്ട് ചെയ്യാനാണിത്. എന്ത് സാഹചര്യമൊരുക്കിയാലും അവർ കള്ളവോട്ട് ചെയ്യുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അതുപോലെ തന്നെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു ഏർപ്പെടുത്തിയിട്ടില്ല. അവരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞു എഴുതിത്തള്ളിയിട്ടില്ല. അതുപോലെ തന്നെ അവരെ സംബന്ധിക്കുന്ന കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാത്ത വലിയ ബുദ്ധിമുട്ടാണ്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് ആക്കിയിട്ടില്ല. കള്ളവോട്ടുണ്ടായാലും വിജയം തനിക്കൊപ്പമായിരിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ ഭരണഘടന ജനങ്ങൾക്കായി അനുവദിക്കുന്ന മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഗവൺമെന്റാകണം ഇനി വരേണ്ടതെന്നും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി അനുവദിച്ചു കിട്ടേണ്ട ആനുകൂല്യം കർഷകർക്ക് ലഭ്യമാകേണ്ടതാണെന്നും രാഷ്ട്രീയം മറന്ന് വികസനത്തിനു വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പയ്യന്നൂർ, പാലത്തറ, കണ്ടോത്തറ, പയ്യന്നൂർ LIC ജംഗ്ഷൻ, പുഞ്ചക്കാട് തുടങ്ങിയവിടങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തി. സെലിബ്രിറ്റി താരമായ സ്ഥാനാർത്ഥിക്കൊപ്പം സെൽഫിയെടുത്താണ് പ്രവർത്തകർ പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലുന്ന CPM നടപടി ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിപ്പിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ. കാടങ്കോട് UDF 96ാമത് ബൂത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം നെല്ലിക്കാൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
ആശയങ്ങളെ നേരിടാൻ കഴിയാത്ത CPM രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലുന്ന നടപടി ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിപ്പിക്കാൻ കഴിയണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ ചാണ്ടി ഉമ്മൻ അഭിപ്രായപ്പെട്ടു. കാടങ്കോട് UDF 96ാമത് ബൂത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം നെല്ലിക്കൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മനുഷ്യന് ആ വീട്ടിൽ നിന്ന് ശരത്തിന്റെയും കൃപേഷിന്റെയും പ്രത്യേകിച്ച് കൃപേഷിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാൻ സാധിക്കത്തില്ല. ശരത്തിന്റെ സഹോദരിയുടെ കണ്ണുനീർ കണ്ട് പുഞ്ചിരിക്കുന്നവർ, പൊട്ടിച്ചിരിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് എന്തോ കുഴപ്പമുണ്ട്. ശരത്തിന്റെയും കൃപേഷിന്റെയും അമ്മയുടെയും സഹോദരിയുടെയും കണ്ണുനീർ കണ്ടിട്ട് ചിരിക്കുന്നവരുണ്ടെങ്കിൽ, പൊട്ടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയും, നമ്മുടെ സമൂഹത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്, ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല, ഇത് കുറച്ച് വോട്ട് നേടാൻ വേണ്ടി നാമം പറയുന്നതല്ല, ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ഈ സാമൂഹിക പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ CPMന്റെ കൊലപാതക രാഷ്ട്രീയം സാമൂഹ്യ പ്രശ്നമാണ്. കാസർഗോഡിന്റെ മണ്ണിൽ കൊല്ലപ്പെട്ട ശരത് ലാലും കൃപേഷും വ്യക്തികൾ മാത്രമല്ല, ഇരുവരും മഹത്തായ ആശയം കൂടിയാണ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് ജനങ്ങൾ നൽകുന്ന ഓരോ വോട്ടും ശരത് ലാലിനും കൃപേഷിനും നൽകുന്ന നീതിയാണ് എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. UDF ചെയർമാൻ TC കബീർ അധ്യക്ഷനായി. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് PP നസീമ, DCC ജനറൽ സെക്രട്ടറി KV സുധാകരൻ, V നാരായണൻ, AA റഹീം ഹാജി, ലത്തീഫ് നീലഗിരി, K ബാലകൃഷ്ണൻ, V കൃഷ്ണൻ മാസ്റ്റർ, യൂസഫ് കോട്ടക്കാൽ, EP കുഞ്ഞബ്ദുള്ള, KP കുമാരൻ, E നബീസത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ഉജ്ജ്വല സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. എരമം കടയക്കരയിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചറിയിച്ചത്. ജനങ്ങളെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയും തുടർന്ന് സ്വീകരണത്തിന് നന്ദി പ്രകടിപ്പിച്ചു സംസാരിക്കുകയും ചെയ്തു. 375 രൂപയ്ക്ക് കൊടുത്ത ഗ്യാസിന് 975 അത് കുറച്ചു കൊണ്ടുവരണം. പെട്രോള്, ഡീസല്, മണ്ണെണ്ണ 9 പ്രാവശ്യം വിലക്കയറ്റം ഉണ്ടായി, അത് ഇല്ലാതാക്കണം. ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം. കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളണം. മിനിമം സപ്പോർട്ട് പ്രൈസ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കണം. മാത്രമല്ല, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം. നോട്ട് നിരോധനം തകർത്ത നമ്മുടെ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കണം. സ്വീകരണ കേന്ദ്രങ്ങളിൽ VN എരിപുരം, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, റഷീദ് കവായി, A രൂപേഷ്, NV മധുസൂദനൻ, MK രാജൻ, NV ശ്രീനിവാസൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കടയക്കര അഞ്ജലി വിദ്യാനികേതൻ അന്തേവാസികൾക്ക് സാന്ത്വനവുമായി UDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. എരമം കടയക്കരയിലെ സ്വീകരണത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥി അഞ്ജലി വിദ്യാനികേതനിൽ എത്തിയത്. എരമം കടയക്കരയിലെ സ്വീകരണത്തിന് ശേഷമാണ് ഉണ്ണിത്താൻ അഞ്ജലി വിദ്യാനികേതനിൽ എത്തിയത്. അവിടുത്തെ അന്തേവാസികളെ കണ്ട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും കിടപ്പിലായവരെ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തു. 10 മിനിറ്റോളം കേന്ദ്രത്തിൽ ചെലവഴിച്ചാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. സ്ഥാനാർത്ഥിയെ നേതാക്കളും പ്രവർത്തകരും അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കാസർഗോഡ് ജില്ലയിലെ 43 പ്രശ്നബാധിത ബൂത്തുകളിലെ പ്രവർത്തനങ്ങൾ വരണാധികാരിയായ ജില്ലാ കലക്ടർ വെബ്കാസ്റ്റിംഗ് വഴി നിരീക്ഷിക്കും. പ്രശ്നബാധിത ബൂത്തുകൾ ഓരോന്നിലും സെറ്റ് ചെയ്തു വച്ചിട്ടുള്ള വെബ് ക്യാമറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കൺട്രോൾ റൂമിൽ നിന്ന് വീക്ഷിക്കുക. പ്രശ്നബാധിത ബൂത്തുകളിൽ ഓരോന്നിലും സെറ്റ് ചെയ്തു വച്ചിട്ടുള്ള വെബ് ക്യാമറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കൺട്രോൾ റൂമിൽ നിന്ന് വീക്ഷിക്കുക. ബൂത്തുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് സമീപത്തായി സ്ഥാപിക്കുന്ന വെബ് ക്യാമറ വോട്ടർ പോളിംഗ് ബൂത്തിനകത്ത് പ്രവേശിക്കുന്നത് മുതലുള്ള പ്രവർത്തനങ്ങളാണ് ഒപ്പിയെടുക്കുക. അക്ഷയയ്ക്കാണ് വെബ്കാസ്റ്റിംഗിന്റെ ചുമതല. BSNL ആണ് വെബ്കാസ്റ്റിംഗിന് ആവശ്യമായ നെറ്റ്വർക്ക് നൽകുന്നത്. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ 4, ഉദുമയിൽ 3, കാഞ്ഞങ്ങാട് 13, തൃക്കരിപ്പൂരിൽ 23 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഏപ്രിൽ 20-നും 22-നും പരീക്ഷണാടിസ്ഥാനത്തിൽ വെബ്കാസ്റ്റിംഗിന്റെ ട്രയൽ റൺ നടത്തും. കലക്ട്രേറ്റിലെ കൺട്രോൾ റൂമിൽ വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കുന്നതിന് കലക്ടർക്ക് പുറമെ ഇലക്ഷൻ ജീവനക്കാർ, NIC ജീവനക്കാർ, KSEB ജീവനക്കാർ, BSNL ജീവനക്കാർ എന്നിവരുടെ ഒരു പാനൽ തന്നെയുണ്ടാകും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകളിൽ 1 ഹാജരാക്കി വോട്ട് രേഖപ്പെടുത്താം.
വോട്ടെടുപ്പ് ദിനത്തിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാർ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ രേഖയോ കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകളിൽ ഏതെങ്കിലും ഒന്നോ ഹാജരാക്കിയാൽ മാത്രമേ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സാധിക്കൂ. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ പതിച്ച കേന്ദ്ര സംസ്ഥാന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡ്, ബാങ്കോ പോസ്റ്റ് ഓഫീസോ നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, പാൻ കാർഡ്, RJ നൽകിയ സ്മാർട്ട് കാർഡ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള തൊഴിൽ കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ, MP-മാർക്കും MLA-മാർക്കും നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് 11 രേഖകൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മാത്രമേ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. LDF വെള്ളൂർ സൗത്ത് ലോക്കൽ റാലി അന്നൂർ ശാന്തിഗ്രാമിൽ നടന്നു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പദ്ധതികളാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ എവിടെയെങ്കിലും ഈ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നുണ്ട്, അമിത്ഷാ പ്രസംഗിക്കുന്നുണ്ട്, UDFന്റെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നുണ്ട്. ഈ ഗവൺമെന്റിന്റെ LDF ഗവൺമെന്റിന്റെ ഈ തരത്തിലുള്ള ഏതെങ്കിലും നയങ്ങളോ പദ്ധതികളോ നടപ്പിലാക്കിയില്ല എന്ന് എവിടെന്നെങ്കിലും പറയുന്നുണ്ടോ? LDF വെള്ളൂർ സൗത്ത് ലോക്കൽ റാലി അന്നൂർ ശാന്തിഗ്രാമിൽ സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇക്ബാൽ പോപ്പുലർ അധ്യക്ഷത വഹിച്ചു. KV ബാബു, PV ദാസൻ, TCV ബാലകൃഷ്ണൻ, P ജയൻ എന്നിവർ സംസാരിച്ചു. സി കരുണാകരൻ സ്വാഗതം പറഞ്ഞു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പയ്യന്നൂരിൽ UDYFന്റെ നേതൃത്വത്തിൽ യൂത്ത് ക്യാമ്പയിൻ പരിപാടി നടത്തി. പയ്യന്നൂർ നഗരത്തിലെ കടകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. പയ്യന്നൂർ നഗരത്തിലെ കടകളിലും മറ്റും ലഘുലേഖകൾ വിതരണം ചെയ്തു. CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. B സജിത് ലാൽ, ഫായിസ് കൗവായി, EP അർജുൻ, SK മുഹമ്മദ്, P രത്നാകരൻ, AP റുഗ്നുദ്ദീൻ, SK നൌഷാദ്, പ്രശാന്ത് കോറോം എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. പെരിങ്ങോം ഏരിയ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ഈസ്റ്റ് ഡിവിഷൻ കാളീശ്വരത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്ത് പഴയകാലങ്ങൾക്കൊന്നും പോകാതെ 5 വർഷക്കാലത്തിനിടയിൽ ഭരണം ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് മോഡിയുടെ. ഈ 5 വർഷക്കാലം മോഡി ഗവൺമെന്റ് നമ്മുടെ മുമ്പിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രകടന പത്രികകളെല്ലാം ഇറക്കി അതിലെല്ലാം കാര്യങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ. മൂലച്ചേരി നാരായണൻ അധ്യക്ഷനായി, PA ചാക്കോ, KP കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാസർഗോഡ് പാർലമെന്ററി മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് കുടുംബസംഗമത്തിലൂടെ ആവശ്യപ്പെട്ടു. STU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ തൊഴിലാളി സംഗമവും കുടുംബസംഗമവും നടത്തി. തൊഴിലാളികളുടെ വോട്ട് UDFന് എന്ന മുദ്രാവാക്യവുമായാണ് സംഗമം സംഘടിപ്പിച്ചത്. രാജ്യത്തെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഞങ്ങളോട് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 5 വർഷമായി ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കിക്കൊണ്ട്, രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട്, ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഹനിക്കപ്പെട്ടുകൊണ്ട്, മതന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും. STU അഖിലേന്ത്യാ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ IT അധ്യക്ഷനായി. STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി
ഉണ്ണിക്കുളം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി വി കെ ബാവ, STU ജില്ലാ സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KM ഷംസുദ്ദീൻ ഹാജി, ജനറൽ സെക്രട്ടറി MTP കരീം, AG അമീർ ഹാജി, ബാഹുലയൻ മലപ്പുറം, സത്താർ വടക്കുംപാട്, NKP മുഹമ്മദ് ജബ്ബാർ പൊറോപ്പാട്, PKM കുട്ടി, UPT ബഷീർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന കുടുംബസംഗമം STU സംസ്ഥാന ട്രഷറർ KP മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീർ അധ്യക്ഷയായി. സ്ത്രീ കുടുംബത്തിന്റെ തണൽ എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. APT ഖാദർ, ഹസീന മടക്കര, ഫാത്തിമ ചെങ്കള, ആയിഷ മാവില കടപ്പുറം, ഷാക്കിറ പെരുമ്പട്ട, സക്കീന ചെമ്മനാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ്, നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. ലോകം മുഴുവനുള്ള ക്രിസ്തുമത വിശ്വാസികൾ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി പെസഹ വ്യാഴം ആചരിച്ചു. പയ്യന്നൂർ കേളോത്ത് അമലോദ്ഭവ മാതാ ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. മോണ്ടി തേഴ്സ്ഡേ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിനു മുൻപ് 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യാത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചു. അന്ത്യാത്താഴത്തിനു മുൻപ് യേശു ശിഷ്യന്മാരുടെ പാദം കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി കാൽക്കഴുകൽ ശുശ്രൂഷയിലും നിരവധി പേർ പങ്കെടുത്തു. പെസഹ ആചരിക്കുന്നതിന്റെ ഭാഗമായുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഇതോടൊപ്പം നടന്നു. പെസഹ എന്ന വാക്കിനർത്ഥം കടന്നുപോക്ക് എന്നാണ്. ക്രൈസ്തവരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ദിവസം ഓരോ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കാൽ കഴുകുന്ന ചടങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം വിശുദ്ധ കുർബാനയും നടന്നു. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞും എന്ന രൂപത്തിൽ നൽകുന്ന ചടങ്ങ് തുടങ്ങിവെച്ചത് പെസഹ വ്യാഴാഴ്ചയാണ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നെറ്റ്വർക്ക് വാർത്താ പരമ്പര തുടരുന്നു. കുടിനീര് തേടി. വേനൽ ശക്തമായതോടെ മാട്ടൂലിൽ കിണറുകൾ വറ്റിവരണ്ടു. കുടിവെള്ളക്ഷാമം രൂക്ഷം. ജപ്പാൻ കുടിവെള്ള വിതരണം പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് 3 മാസമായി കിട്ടുന്നില്ലെന്നും ആക്ഷേപം. വേനൽ ശക്തമായതോടെ മാട്ടൂലിൽ ജലസ്രോതസ്സുകളെല്ലാം തന്നെ വറ്റിവരണ്ടു. കിണറുകളിൽ വെള്ളമില്ലാതായതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് ഇവിടുത്തുകാർ. മാട്ടൂൽ കൂർമ്പക്കാവിന് സമീപത്തെ PV പ്രദീപൻ, മഠത്തിൽ പ്രീത, പൊന്നാരത്ത് ഷീന എന്നിവരുടെ വീട്ടിലെ കിണറ്റിലെ അവസ്ഥയാണ് ഇത്. കിണറുകളെല്ലാം പൂർണ്ണമായും വറ്റിവരണ്ടു. ഒരു തുള്ളി വെള്ളം പോലും കാണാൻ സാധിക്കില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് മാട്ടൂലിൽ കുടിവെള്ളത്തിന് ഇത്രയും രൂക്ഷത ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാവിലെ പറമ്പിലെ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടുത്തെ തോടുകളിലെ വെള്ളം വറ്റിച്ചിരുന്നു. ഇതാണ് കിണറുകളിൽ വെള്ളം വറ്റാനുള്ള പ്രധാന കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അപേക്ഷ കൊടുത്ത് അപേക്ഷ വാങ്ങിയതിന് ശേഷം അവര് ആദ്യം ചോദിക്കും പൈസ റെഡിയാക്കാൻ പറ്റുമോ. പൈസ റെഡിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വേഗം പൈപ്പ് കിട്ടും. ഇപ്പൊ എന്താണ് വെള്ളത്തിന്റെ അവസ്ഥ? ജപ്പാൻ വെള്ളം, ജപ്പാൻ കൂടി വെള്ളം ഇങ്ങോട്ട് തീരെ ഇല്ലല്ലോ. എത്ര മാസമായി? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 2-3 മാസത്തോളായി. ജപ്പാൻ കുടിവെള്ളം സ്ഥാപിക്കാൻ ഇവർ വലിയ തുക നൽകിയിരുന്നു. പൈപ്പ് കണക്ഷൻ സ്ഥാപിച്ചുവെങ്കിലും ഇതിൽ വെള്ളം കിട്ടാറില്ല. തെക്കുംപാട് ഭാഗത്ത് പുഴയിലൂടെയാണ് പൈപ്പ് ലൈൻ കടന്നുവരുന്നത്. ഈ പൈപ്പ് പൊട്ടിയതാണ് ജപ്പാൻ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്.
കുടിവെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അണക്കെട്ട് കെട്ടിയത് കൊണ്ടാണ് കുടിവെള്ളം ഇല്ലാത്തത്. മറ്റു ഇതുവരെ ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് അണക്കെട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്? പുഴയിൽ വെള്ളം ഇങ്ങോട്ട് പുഴയിൽ വെള്ളം കയറാത്തതുകൊണ്ട്, തോടിലൊന്നും വെള്ളമില്ലാത്തതുകൊണ്ട് കിണറിലൊന്നും വെള്ളമില്ല. ഏതെല്ലാം ഭാഗത്താണ് കുടിവെള്ളം ഇല്ലാത്തത്? നമ്മുടെ പറമ്പ് അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് ഈ തോട് പോകുന്ന ആറാണ്ട് വെച്ചു. ഇപ്പൊ അത് നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് വീട്ടിൽ സാധാരണയായിട്ട്? വൈദ്യുതി വെള്ളം വരുന്നുണ്ട്, പിന്നെ പഞ്ചായത്തിന്റെ വെള്ളം പൈപ്പിലേക്ക് കൂടെ അങ്ങനെ വരുന്നതും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ വെള്ളത്തെ ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായില്ല. മാട്ടൂൽ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് ആശ്രയം. ഇതാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് ലഭിക്കുന്നത്. മാട്ടൂലിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണെങ്കിലും ദാഹിച്ചാൽ ഒരിറ്റുവെള്ളം കുടിക്കാനില്ലാതെ വലയുന്ന നാടുണ്ട്. ചെറുവത്തൂർ പഞ്ചായത്തിലെ മയിച്ചയിലാണ് ജനങ്ങൾ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നത്. പ്രദേശത്തെ കുടുംബങ്ങളുടെ വീടുകൾക്ക് ചുറ്റും ഒരു ഭാഗം കാര്യങ്കോട് പുഴയും മറുഭാഗത്ത് മയിച്ച ചെറിയ പുഴയും മറ്റു ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം നുരയുന്ന തോടുകളുമാണ്. ജല അതോറിറ്റിയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും മുൻകൈയെടുത്ത് ഇവിടത്തുകാർക്ക് ശുദ്ധജലം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വയലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ കടുത്ത വേനലിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ളമാണ് ഇവർ പ്രധാനമായും ആശ്രയിക്കുന്നത്. മയിച്ച റയലിന് കിഴക്ക് ഭാഗത്തെ 250ഓളം വരുന്ന കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ വലയുന്നത്. മുനമ്പ്, റെയിലിന് കിഴക്ക്, വയൽക്കര ക്ഷേത്രം പരിസരം എന്നിവിടങ്ങളിലൊക്കെയുള്ള ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഇവരുടെ വീടുകളിൽ കുടിക്കാൻ വെള്ളമില്ല. ഒരു മാസമായി നമുക്ക് വെള്ളമില്ലാതെ. രാത്രി ഉറക്കൊഴിഞ്ഞാൽ പോലും ഒരു പാഞ്ഞ് വെള്ളം കിട്ടുന്നില്ല. നമ്മൾ വെച്ചാൽ ആളൊരുപാടില്ല വീട്ടിലാണ് ഇല്ലത് താമസിക്കുന്നത്. 5-6 ആളില്ല വീട്ടിലെല്ലാം ഒരു പാഞ്ഞ് വെള്ളം കിട്ടിയാൽ നമുക്ക് ഏടെ ആവില്ല. പിന്നെ ലോറിയും വെള്ളം വരുന്നുണ്ട് പറഞ്ഞത് നമുക്ക് ഇവിടെ എത്തുന്നുമില്ല. പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുതരുന്നു പറഞ്ഞാലാണ് നമുക്ക് ഇങ്ങോട്ട് എത്തുന്നില്ല. ഒരു ദിവസം വന്നിന് വെള്ളം. ഏറെ നാളായി ജല അതോറിറ്റിയുടെ ജലവിതരണം പുലർച്ചെ 3 മണി മുതലാക്കിയത് തൊഴിലെടുക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയും ഉണ്ടാക്കി. ഇതേ തുടർന്ന് പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ 7:30 മുതൽ നൽകാമെന്ന തീരുമാനവും എടുത്തു. എല്ലാ ദിവസവും മയിച്ച പ്രദേശത്തേക്ക് ഇപ്പോൾ കുടിവെള്ള വിതരണമില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇന്നത്തെ അവസ്ഥ തന്നെ. വെള്ളത്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇതുവരെ വെള്ളം വന്നില്ല. രാവിലെ ഒരു തുള്ളി വെള്ളം വരും, അത് അപ്പാടെ കഴിയും, പിന്നെ വരില്ല. പിന്നെ രാത്രിക്ക് അടിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ അപ്പാടെ നിൽക്കും. അങ്ങനെ ദിവസം പൈപ്പിനടുത്ത് വന്ന് വരുന്നുണ്ടോ നോക്കും. പിന്നെ കക്കൂസിൽ പോകാൻ വരെ വെള്ളം ഇല്ലാതെ സ്ഥിതിയായിപ്പോയില്ല. ഇല്ലാതെ ഭയങ്കര പ്രശ്നം തന്നെ നമ്മൾ മയിച്ച പ്രദേശത്ത്. എല്ലാ വീട്ടിലും വെള്ളം മുമ്പ് ഉണ്ടായി. ഇപ്പം പുതിയ ലൈൻ വന്നപ്പോൾ അതിൽ ചെറിയൊരു കംപ്ലൈന്റ്. ചെറിയ നൂല് പോലെ ഇറ്റിറ്റ് വീഴുന്ന വെള്ളം ശേഖരിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. ഇതുകൂടാതെ താരതമ്യേന ഉയർന്ന പ്രദേശത്തുള്ള വീടുകളിൽ വെള്ളം കിട്ടാതായിട്ട് നാളുകളേറെയായി. ഇത് പരിഹരിക്കാൻ മണ്ണ് കിളച്ച് കുഴിയുണ്ടാക്കി ബക്കറ്റുകളും പാത്രങ്ങളും വെച്ചാണ് എപ്പോഴെങ്കിലും കിട്ടുന്ന വെള്ളം പിടിക്കുന്നത്. അതെ, സ്കൂൾ കുഞ്ഞൊക്കെ പോണ്ടേ, ആ ചൂടിന് പോയിട്ട് ഇരിക്കാൻ കഴിയാ കുളിക്കാണ്ട്. ജല അതോറിറ്റിയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും മുൻകൈയെടുത്ത് മയിച്ച പ്രദേശത്തേക്ക് കൂടുതൽ ശുദ്ധജലം എത്തിക്കാൻ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മറ്റു വാർത്തകളിലേക്ക്. പരമ്പരാഗത രുചിയിൽ പയ്യന്നൂർ പെരുമാൾക്ക് പിറന്നാൾ സദ്യ. പയ്യന്നൂർ പെരുമാളുടെ പിറന്നാൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിനത്തിലാണ് ചരിത്രപ്രസിദ്ധമായ കളഭസദ്യ നടക്കുന്നത്. 10,000ങ്ങളാണ് സദ്യയ്ക്കായി ക്ഷേത്രത്തിലെത്തിയത്. ഇന്ന് കാണുന്ന പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് പെരുമാളുടെ കളഭസദ്യയ്ക്ക് പിന്നിലെ ഐതിഹ്യത്തിനും. കത്തിച്ചാമ്പലായ ക്ഷേത്രം താഴേക്കാട്ടുമനയിലെ അമ്മ തിരുമുമ്പിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ മേടമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പയ്യന്നൂർ പെരുമാളുടെ കളഭച്ചാർത്തുത്സവം നടക്കുന്നത്. 6 അടി ഉയരമുള്ള സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയ്ക്ക് കളഭം ചാർത്തുന്നതിന് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അന്ന് തന്നെ നിശ്ചയിച്ചിരുന്നു. പെരുമാളുടെ നിത്യപൂജയിലുണ്ടാകുന്ന കുറവുകൾ നികത്താൻ ഈ ദിവസത്തെ ചടങ്ങുകൾ കൊണ്ട് സാധിക്കുമെന്നാണ് വിശ്വാസം. പെരുമാളെ കളഭം ചാർത്തി ഉച്ചപൂജ കഴിഞ്ഞാൽ ശീവേലി ആരംഭിക്കും. കളഭോത്സവത്തെക്കുറിച്ച് ക്ഷേത്ര മേൽശാന്തി തൈക്കാട് ബൈജു നമ്പൂതിരിപ്പാടിന്റെ വാക്കുകളിലേക്ക്. ശ്രീ പെരുമാളെ കളഭ മഹോത്സവം മേടമാസത്തിൽ അത്തം നക്ഷത്രത്തിലാണ്. പഴയകാലത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയ സമയത്ത് നിത്യദാനം വിശേഷാദികൾ നിശ്ചയിച്ച സമയത്ത് തീരുമാനിച്ചതാണ്.
നിത്യനിദാനങ്ങളിൽ വരുന്ന, അതായത് ദിവസേനയുള്ള പൂജകളിൽ വരുന്ന ലോപങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ തീർക്കാൻ ദ്രവ്യകലശാഭിഷേകം നടത്തും. അത് ഉത്തര നക്ഷത്രത്തിന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത്തം നക്ഷത്രത്തിന് പെരുമാൾക്ക് കളഭാഭിഷേകം. ആ കളഭാഭിഷേകത്തോട് കൂടിയിട്ട് പെരുമാളെ ചൈതന്യം പൂർണ്ണമായിട്ടും ഭക്തജനങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. അതിനുശേഷം സദ്യ കൊടുക്കുന്നുണ്ട്. അന്നദാനമല്ല, ഇവിടെ പെരുമാളെ കളഭം കഴിഞ്ഞാൽ 4 കറിയോട് വെച്ചിട്ടുള്ള സദ്യയായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ശീവേലിക്ക് ശേഷമാണ് കളഭസദ്യ നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാചക വിദഗ്ധർ കുറിച്ചിട്ട സാധനങ്ങളും അവരുടെ രുചിക്കൂട്ടുകളുമായാണ് പയ്യന്നൂർ പെരുമാളുടെ കളഭസദ്യ ഇപ്പോഴും നടന്നു വരുന്നത്. കുഞ്ഞമംഗലം മാങ്ങ ഉപയോഗിച്ചുള്ള മാമ്പഴ പുളിശ്ശേരിയും വറുത്തരിശ്ശേരിയും ഓലനും കുമ്പളങ്ങ പച്ചടിയും മത്തൻ പച്ചടിയും പുളിയിഞ്ചിയും അച്ചാറും വറവും വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയും ചേമ്പുപ്പേരിയും ചേന ഉപ്പേരിയും മോരും പഴവും പരിപ്പ് പ്രഥമനുമാണ് വിഭവങ്ങൾ. ഇതിൽ മാറ്റം വരുത്താൻ നിലവിലെ പാചകക്കാർക്ക് അധികാരമില്ല. അത് തെറ്റിക്കാതിരിക്കാൻ കറിക്കരിഞ്ഞ സദ്യയാണ് ഒരുക്കി വരുന്നത്. അഗ്രശാലയിൽ കുന്നത്ത് മനയിലെ തിരുമമ്മിൻ്റെ സാന്നിധ്യത്തിൽ പെരുമാളുടെ പ്രതിപുരുഷനായ മേൽശാന്തിയെ മുൻനിർത്തി കലവറക്കാരൻ കൊണ്ടുവരുന്ന ചങ്ങലവട്ട കത്തിച്ച് ഗ്രാമപിള്ള സദ്യവട്ടത്തിനുള്ള കറികളുടെ വിഭവങ്ങളെല്ലാം അരിഞ്ഞ് കൂട്ടുചേർക്കണം. ഇതാണ് കറിക്കരിഞ്ഞ സദ്യ. ഈ ചടങ്ങ് പാരമ്പര്യ തനിമ ചോരാതെ ഇന്നും നടന്നു വരുന്നു. ക്ഷേത്രത്തിലെ അവരോധിച്ച കീഴ്ശാന്തി പാചക വിദഗ്ധൻ മങ്കുന്നം ശങ്കരൻ നമ്പൂതിരിയാണ് കളഭസദ്യ ഒരുക്കുന്നത്. പയ്യന്നൂർ പെരുമാളിൻ്റെ കളഭസദ്യ എന്ന് പറയുന്നത് പിറന്നാളിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഒരു 5000 പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞമംഗലം മാങ്ങ കൊണ്ടുള്ള, പഴുത്ത മാങ്ങ കൊണ്ടുള്ള വെള്ളരിക്കിട്ടിട്ടുള്ള പുളിശ്ശേരി, അതുപോലെ തന്നെ ചേനക്കായ വറുത്തലിശ്ശേരി, അതുപോലെ 4 കൂട്ടം വറുത്തുപ്പേരി, ചേന, ചേമ്പ്, കായ, ശർക്കര ഉപ്പേരി, അതുപോലെ തന്നെ പുളിയിഞ്ചി, നാരങ്ങാക്കറി, മത്തൻ പച്ചടി, കുമ്പളങ്ങ പച്ചടി, 4 കൂട്ടം പച്ചടി, അതുപോലെ കായ്ത്തോല് കൊണ്ടുള്ള തോരൻ, അതായത് വെള്ളരിക്ക, പിന്നെ കുമ്പളങ്ങ, മത്തൻ, പയർ എന്നൊക്കെയുള്ള ഒരു ഓലൻ. ഇതൊക്കെയാണ് വിഭവങ്ങളിലൊന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് 10,000ങ്ങളാണ് വ്യാഴാഴ്ച ഉച്ചയോടെ പെരുമാൾ സന്നിധിയിലേക്ക് കളഭസദ്യയ്ക്കായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പൂക്കോട്ടി ബിജുവിന്റെ ഓട്ടോ ടാക്സി കത്തിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഷാജർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി അഗ്നിക്കിരയാക്കിയത്. പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ സംഘത്തിന്റെ ശ്രമമായാണ് അക്രമം നടന്നതെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. സ്നേഹത്തോടെയും സമാധാനത്തോടുകൂടിയും ജീവിക്കുന്നവരാണ് ഈ നാട്ടിലുള്ളവരെല്ലാം. എന്നാൽ ഇവിടെ പതുക്കെ എങ്ങനെയെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാക്കുക, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ ഇടയ്ക്കിടയ്ക്ക് വളരെ ബോധപൂർവം എന്തെങ്കിലും സംഘർഷമുണ്ടെന്ന് പ്രചരിപ്പിക്കുക. കഴിഞ്ഞ ദിവസമാണ് സംഘപരിവാരത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്ന ഒരു മനുഷ്യൻ എല്ലാവരും നോക്കി നിൽക്കെ ഇരുടാവ് റോഡിൽ വന്ന് പറയുകയാണ്, എന്നെ കൊല്ലാൻ ശ്രമിച്ചു. പ്രതിഷേധ യോഗത്തിൽ MC രമിൽ അധ്യക്ഷനായി. TV രഞ്ജിത്ത്, PP കുഞ്ഞിക്കണ്ണൻ, TE സാബിൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഹന പരിശോധനയ്ക്കിടെ അമിത വേഗതയിലെത്തിയ ബൈക്ക് തടയാൻ ശ്രമിച്ച ഹോംഗാർഡിനെ ഇടിച്ചു തെറിപ്പിച്ച് ബൈക്ക് നിർത്താതെ പോയി. വലതുകൈ പൊട്ടിയ നിലയിൽ പരിയാരം പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് കുണ്ടയംകോവിലിലെ തൈവളപ്പിൽ രാജീവിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 12:10 കൈതപ്പുറത്തായിരുന്നു സംഭവം. ASI ശശിധരൻ ഉൾപ്പെട്ട പോലീസ് സംഘത്തോടൊപ്പം നൈറ്റ് പെട്രോൾ നടത്തുന്നതിനിടയിൽ കൈതപ്പുറത്ത് വെച്ച് വാഹനങ്ങൾ പരിശോധിക്കവെയാണ് അമിത വേഗതയിലെത്തിയ പൾസർ ബൈക്ക് രാജീവിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ASI ശശിധരൻ കൈ കാണിച്ചെങ്കിലും നിർത്താതെ പോയ ബൈക്കാണ് തൊട്ടടുത്തു നിന്ന രാജീവിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇന്നലെ രാത്രി വാഹന പരിശോധനയ്ക്കിടെ അമിത വേഗത്തിൽ വന്ന ഒരു മോട്ടോർ ബൈക്ക് തട്ടി ഞാൻ താഴെ വീഴുകയും എൻ്റെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പോലീസുകാർ പരിക്കേറ്റ രാജീവിനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. ബൈക്കും അതോടിച്ചയാളും മാതമംഗലത്തെ ഒരു കടയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞതിന്റെ ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളെ തിരിച്ചറിഞ്ഞതായും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയുടെയും AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്മൃതി ദിനാചരണ പരിപാടി നടത്തി. തായ്നേരി കൃഷ്ണസദനത്തിലാണ് പരിപാടി നടന്നത്.
പരിപാടിയുടെ ഭാഗമായി കവി കെ ഗോവിന്ദ് മാസ്റ്ററുടെ മൊഴിയും മൊഴിമാറ്റവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പി അപ്പുകുട്ടൻ മാസ്റ്റർ നിർവഹിച്ചു. ഡോക്ടർ ഇ ശ്രീധരൻ പുസ്തകം ഏറ്റുവാങ്ങി. PM ദാമോദരൻ അടിയോടി അധ്യക്ഷനായി. AV മാധവ പൊതുവാൾ പുസ്തകം ഏറ്റുവാങ്ങി. VP ബാലകൃഷ്ണൻ, ദാമോദരൻ വെള്ളോറ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും ഡോക്ടർ ടി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉപഹാര സമർപ്പണം നടത്തി. ഡോക്ടർ ഇ ശ്രീധരൻ, പി അപ്പുകുട്ടൻ മാസ്റ്റർ, KP വിജയകൃഷ്ണൻ, ഇ രാമചന്ദ്രൻ, C നാരായണൻ നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ വണ്ണാടിൽ മീനക്കോട്ടിൽ തറവാട് പുനഃപ്രതിഷ്ഠാ നവീകരണ കലശ മഹോത്സവവും കളിയാട്ട മഹോത്സവവും ഏപ്രിൽ 20 മുതൽ 26 വരെ നടക്കും. കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രി അബ്ലി വടക്കേയിലത്ത് ശങ്കരവാദ്യാർ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഏപ്രിൽ 20 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശവും 26-ന് രാവിലെ 11:30 മുതൽ 12:30 വരെയുള്ള മുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠയും നടത്തും. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ കളിയാട്ട മഹോത്സവം നടത്തും. തെയ്യം കെട്ടിയാടുന്ന എല്ലാ സ്ഥലങ്ങളും കന്നിക്കോട്ടിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും വണ്ണാടിൽ തറവാട്ടിൽ മാത്രം മീനക്കോട്ടിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കളിയാട്ടത്തിനോടനുബന്ധിച്ച് ഉത്തമന്തിൽ ശ്രീകണ്ഠൻ ദൈവം, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, കാനക്കര ഭഗവതി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. പുനരുദ്ധാരണ കമ്മിറ്റിയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. VP ചന്ദ്രൻ, VP ബാലകൃഷ്ണൻ, VP സതീശൻ, VP കൃഷ്ണകുമാർ, AV പ്രഭാകരൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ചുണ്ടന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവം ഏപ്രിൽ 21 മുതൽ 29 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 1500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന പേരൂൽ കിഴക്കേക്കര ചുണ്ടന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ജീർണോദ്ധാരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് തയ്യാറായി കഴിഞ്ഞു. 2019 ഏപ്രിൽ 21 മുതൽ 29 വരെ തീയതികളിൽ ക്ഷേത്രം തന്ത്രി കാളകാട് സന്ദീപ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഏപ്രിൽ 21 വൈകുന്നേരം 3 മണിക്ക് പേരൂൽ ശിവക്ഷേത്രം, വരിക്കച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രം, പേരൂൽ ചേപ്പായിക്കോട്ടം എന്നീ ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഉണ്ടാകും. വൈകിട്ട് 4-ന് ചേപ്പായിക്കോട്ട പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. 26-ന് രാവിലെ 11:37-നും ഉച്ചയ്ക്ക് 1:46-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ദേവപ്രതിഷ്ഠയും ഉപദേവതാ പ്രതിഷ്ഠകളും നടക്കുക. 29-ന് രാത്രി 8 മണിക്ക് ലക്ഷ്മികാന്ത അഗിത്തായയുടെ തിടമ്പ് നൃത്തത്തോടുകൂടി 9 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് സമാപനമാകും. ആഘോഷ ദിവസങ്ങളിലെ താന്ത്രിക കർമ്മങ്ങൾക്ക് പുറമെ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളും അന്നദാനവും ഉണ്ടാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മാധ്യമസമ്മേളനത്തിൽ A പത്മനാഭൻ, CM ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, CK ചന്ദ്രശേഖരൻ, നിതീഷ് S നമ്പൂതിരി, A സുരേഷ് തുടങ്ങിയവർ അറിയിച്ചു. കേബിൾ TV ആക്സസറീസ് വ്യാപാര രംഗത്ത് വർഷങ്ങളായി പയ്യന്നൂരിൽ പ്രവർത്തിച്ചു വരുന്ന ആദർശ് ഇലക്ട്രോണിക്സിന്റെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി വിപുലീകരിച്ച ഷോറൂം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ SAP കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് വിജയകൃഷ്ണൻ K ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ TV ആക്സസറീസ് വ്യാപാര രംഗത്ത് വർഷങ്ങളായി പയ്യന്നൂരിൽ പ്രവർത്തിച്ചു വരുന്ന ആദർശ് ഇലക്ട്രോണിക്സിന്റെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി വിപുലീകരിച്ച ഷോറൂമും കേരളത്തിലെ ഗൃഹോപകരണ രംഗത്ത് നമ്പർ 1 ബ്രാൻഡായ നോൾട്ടയുടെ അംഗീകൃത ഷോറൂമും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. COA സംസ്ഥാന പ്രസിഡന്റ് വിജയകൃഷ്ണൻ K ഉദ്ഘാടനം നിർവഹിച്ചു. ഒപ്റ്റിക്കൽ ഫൈബർ, OLT, ONU, OND, വൈഫൈ റൂട്ടർ, ടെർമിനേഷൻ ബോക്സ്, പാസ്കോഡ്, ഫിറ്റ്നോട്ട്, ഒപ്റ്റിക്കൽ കപ്ലർ, EDFA, LED TV തുടങ്ങിയവ ഇവിടെ നിന്നും ലഭ്യമാകും. പ്രമുഖ കമ്പനികളുടെ സ്പെയറുകൾ കുറഞ്ഞ വിലയിൽ യഥേഷ്ടം ഷോറൂമിൽ നിന്നും തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. സംസ്ഥാന ക്ഷേമനിധിയിൽ അംഗത്വമുള്ള വ്യാപാരികൾ ഏപ്രിൽ 30-ന് മുൻപായി ചേംബർ ഓഫീസുമായി ബന്ധപ്പെട്ട് ക്ഷേമനിധി അംഗത്വം പുതുക്കണമെന്ന് ചേംബർ സെക്രട്ടറി അറിയിക്കുന്നു. ഇനി മാറ്റൊലി. VIP നേതാക്കളുടെ പ്രസംഗം തർജ്ജമ. വിവാദത്തോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റൊലിയിൽ.
എന്നാൽ ബോധപൂർവം ഇതിൽ ചിലവർ അതിൽ കലർപ്പ് ചേർക്കുന്നത് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെ കാണണം. വളരെ നല്ല രീതിയിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ള അനുഭവം പ്രകാശൻ മാഷ് യഥാർത്ഥത്തിൽ ട്രാൻസ്ലേഷനിലൊക്കെ വളരെയധികം ഉയർന്നിരിക്കുന്നതാണ്. ഒരു പ്രാസംഗികനെക്കാട്ടും ഉയർന്ന രീതിയിൽ അതിൻ്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആവേശത്തിൽ തനതായ ശരിയായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ നടത്തും. അപ്പോൾ നല്ല അവഗാഹം ഉണ്ടാകുന്ന രണ്ട് ഭാഷയും ഏതിൽ നിന്നാണോ തർജ്ജമ ചെയ്യുന്നത് അതിലും ഏതിലേക്കാണോ വേണ്ടത് അതിലും നല്ല അവഗാഹം ഉണ്ടാകണം. ഇല്ലാത്ത പല ആൾക്കാരും ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുള്ളത് ആശയമാണ് വാസ്തവത്തിൽ തർജ്ജമയുടെ കാതൽ, തർജ്ജമയുടെ ജീവൻ. പലപ്പോഴും പ്രധാനപ്പെട്ട തർജ്ജമയാണ് പല ചെറുപ്പക്കാരും ഇപ്പോൾ ചെയ്തു കാണുന്നത്. അപ്പോൾ അല്പം കൂടെ ഒരു മോഡിഫിക്കേഷൻ ഈ തർജ്ജമ ഫീൽഡിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രത്യേക കോഴ്സൊക്കെ ഉണ്ടല്ലോ, ആ കോഴ്സ് കഴിച്ച ആൾക്കാർക്കാണ് കുറേ കൂടെ ഭംഗി ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈയിടെ ഒരു തർജ്ജമ ചെറുപ്പക്കാരുടെ പലപ്പോഴും അത് ഇംഗ്ലീഷ് സംസാരിച്ച അവരുടെ ദേഷ്യപ്രകടനം പോലും എനിക്ക് കാണേണ്ടി വന്നു. കാരണം ആശയങ്ങൾ വേണ്ട പോലെ ധരിപ്പിക്കാൻ ആ പയ്യന് കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മണ്ഡലത്തിൽ CPM കള്ളവോട്ട് ചെയ്യുമെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. എത്ര കള്ളവോട്ട് ചെയ്താലും താൻ വിജയിക്കുമെന്നും സ്ഥാനാർത്ഥി. പ്രശ്നബാധിത ബൂത്തുകളിൽ കർശന നിയന്ത്രണവുമായി കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കാസർഗോഡ് ജില്ലയിലെ 43 പ്രശ്നബാധിത ബൂത്തുകളിലെ പ്രവർത്തനങ്ങൾ വരണാധികാരിയായ ജില്ലാ കളക്ടർ വെബ്കാസ്റ്റിംഗ് വഴി നിരീക്ഷിക്കും. ലോകം മുഴുവനുള്ള ക്രിസ്തുമത വിശ്വാസികൾ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി പെസഹ വ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വേനൽ ശക്തമായതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. മാട്ടൂലിൽ കിണറുകൾ വറ്റിവരണ്ടു. ചെറുവത്തൂർ പഞ്ചായത്തിലെ മയ്യിച്ചയിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി അധികൃതരുടെ കനിവ് തേടുന്നു. പരമ്പരാഗത രുചിയിൽ പയ്യന്നൂർ പെരുമാൾക്ക് പിറന്നാൾ സദ്യ. പയ്യന്നൂർ പെരുമാളുടെ പിറന്നാൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിനത്തിലാണ് ചരിത്രപ്രസിദ്ധമായ കളഭ സദ്യ നടക്കുന്നത്. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.